പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബംഗാളിൽ നമ്മൾ കരുതിയോ ഇങ്ങനെയെങ്കിലും ഈ മമതയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്ത വിധമുള്ള തകർച്ചയാണ് ഇപ്പോൾ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നേരിടുന്നത്. റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക് എന്ന് സൂചന. 50-ലധികം MLA-മാർ പാർട്ടി വിട്ടേക്കുമെന്നറിയുന്നു. എന്നാൽ TMC വിട്ടുവരുന്നവരെ ഒപ്പം കൂട്ടാൻ നിലവിൽ BJPക്ക് ഉദ്ദേശമില്ല. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് സംഭവിച്ചതിന് സമാനമായ പിളർപ്പിന് കളമൊരുക്കാനാണ് BJP നീക്കം. വിമതർ പാർട്ടി പേരിനും ചിഹ്നത്തിനും അവകാശവാദം ഉന്നയിക്കും. പിളർപ്പൊഴിവാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മമതാ ബാനർജി. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, മമത ഇന്നേ വരെ നേരിട്ടില്ലാത്ത വലിയ പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു. അന്വേഷണത്തിന്റെ കൂമ്പാരം. അഭിഷേക് ബാനർജി അടക്കമുള്ള ബന്ധുക്കളാണെങ്കിലും നേതാക്കളാണെങ്കിലും പുറത്തിറങ്ങിയാൽ ചീമുട്ടയേറും ആക്രമണവും. അതിനിടയിലാണ് ഇപ്പോൾ ഇതാ മമതാ ബാനർജിയുടെ പാർട്ടി സാക്ഷാൽ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പിളർപ്പിന്റെ അവസ്ഥയിലേക്കാണ്. ഭൂരിപക്ഷം MLA-മാരും മമതയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. യോഗത്തിന് വിളിച്ചാൽ വരൂല, മീറ്റിംഗിൽ കാണൂല, പരിപാടി ആസൂത്രണം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയായി മാറുന്നു. BJPയുടെ തന്ത്രപരമായ നീക്കമാണ് നമ്മൾ ബംഗാളിൽ കാണുന്നത്. നേരിട്ട് BJPയിലേക്ക് എത്തുകയല്ല. തൃണമൂൽ കോൺഗ്രസിനെ പിളർത്താനാണോ നീക്കം? പിളരുമോ തൃണമൂൽ കോൺഗ്രസ്? മമതയ്ക്ക് ഭീതിയാണോ? അരുൺകുമാർ, ഉറപ്പായും ഭീതിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു. അടിതെറ്റിയ മമതാ ബാനർജിയുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ച. അരുൺ പറഞ്ഞതുപോലെ അന്വേഷണങ്ങൾ വരുന്നു. അതിന് പിന്നാലെയാണ് സ്വന്തം പാർട്ടി കൂടി കയ്യിൽ നിന്ന് പോകുന്ന ഗതിയിലേക്ക് മമതാ ബാനർജി എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ആകെ 80 MLA-മാരാണ്, 80 സീറ്റുകളിലാണ് വിജയിച്ചു കയറാൻ തൃണമൂലിന് കഴിഞ്ഞത്. ഇതിൽ 20 പേർ നിയമസഭാ കക്ഷി യോഗം വിളിച്ചപ്പോൾ ഞായറാഴ്ച മമതയുടെ വീട്ടിലേക്ക് വന്നത് 20 പേർ മാത്രമാണ്. 60 പേരാണ്, 60 MLA-മാരാണ് വിട്ടുനിന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധം വെച്ചിരുന്നു BJPയുടെ ഇത്തരം നടപടികൾക്കെതിരെ. അതിൽ വന്നത് 8 MLA-മാരാണ് എന്നുള്ളതാണ്. 8 MLA-മാരും 6 MP-മാരും മാത്രമാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അറിയാം എന്താണ് സ്ഥിതി എന്നുള്ളത്. നിലവിൽ ഈ കൂറുമാറി വരുന്നവരെ എല്ലാവരെയും BJPയിൽ എടുക്കുകയും പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടമല്ല BJP ആലോചിക്കുന്നത്. അതിന് പകരം മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയതുപോലെ ഉദ്ധവ് താക്കറയ്ക്ക് മുകളിൽ ഏക്നാഥ് ഷിൻഡെയെ കൊണ്ടുവരുന്നു. പിന്നീട് ഒരു വിഭാഗം MLA-മാർ പോകുന്നു. പാർട്ടിയും ചിഹ്നവും എല്ലാ ഔദ്യോഗിക അംഗീകാരവും ഏക്നാഥ് ഷിൻഡെയ്ക്ക് കിട്ടുന്നു. അങ്ങനെ ഇപ്പോൾ 2 MLA-മാരെ മമതാ ബാനർജി പുറത്താക്കിയിരിക്കുന്നു. അതിൽ ഋതബ്രത ബാനർജി എന്ന പേരുള്ള MLA-യെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട് വലിയൊരു വിഭാഗം MLA-മാരെ കൂറുമാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. അങ്ങനെ പേരിനും ചിഹ്നത്തിനുമൊക്കെ ഒരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് ഉറപ്പായിരിക്കുന്നു. മമതാ ബാനർജി എന്ത് ചെയ്യണമെന്നറിയാത്ത ഘട്ടമാണ് പ്രത്യേകിച്ച് ബംഗാളിൽ എന്ന് പറയേണ്ടി വരും. മമതാ ബാനർജിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ചില MLA-മാർക്ക്, ചില നേതാക്കൾക്കൊന്നും ടിക്കറ്റ് നൽകേണ്ടതില്ലായിരുന്നു മത്സരിക്കാൻ എന്നുപോലും ഇപ്പോൾ ആലോചിക്കുകയാണ് എന്ന് മമതാ ബാനർജി തന്നെ പറയുന്നുണ്ട്. ഏതായാലും മമതാ ബാനർജിയുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതാണ് ബംഗാളിൽ നിന്നുള്ള കാഴ്ച. അരുൺ, ഓക്കെ, എന്തായാലും മമതാ ബാനർജിയുടെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ പരിതാപകരമാണ്. താങ്ക് യു. അതിൽ 80 MLA-മാരാണുള്ളത്. വിളിച്ചാൽ 10-12 MLA-മാരാണ് വരിക. MP-മാരാണെങ്കിലും പലരും എത്താത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പിളർപ്പിലേക്കാണ്. എങ്ങനെ ഇരുന്ന നേതാവാ, എങ്ങനെയുണ്ടായിരുന്ന പാർട്ടിയാ തൃണമൂൽ കോൺഗ്രസ് അല്ലേ? ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു, തൃണമൂൽ കോൺഗ്രസ് പിളരുന്നു. അങ്ങനെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണല്ലേ? എന്തായാലും അത് പിളരാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയല്ലേ നമ്മുടെ മനസ്സും പറയുന്നത്. ചില ആളുകളൊക്കെ പറയും അങ്ങനെ തന്നെ വേണം എന്ന് പറയും അല്ലേ? തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് ബംഗാളിൽ അധികാരം പിടിച്ചതെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അവിടെ CPM-നും തകർത്ത്, കോൺഗ്രസിനെയും തകർത്ത് അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ വരവായിരുന്നു. പിന്നീട് അങ്ങോട്ട് മമതാ യുഗമായിരുന്നു. മാ മതി മാനുഷ്, ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. മണ്ണിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സ്ത്രീക്ക് വേണ്ടി എന്നുള്ളത്. ഒടുവിൽ എന്തെല്ലാം കണ്ടു മമതാ ബാനർജിയുടെ ഭരണകാലത്ത്. RG കർ മെഡിക്കൽ കോളേജിലെ ക്രൂരമായ ബലാത്സംഗം അടക്കം നമ്മൾ കണ്ടില്ലേ? അവിടെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊന്നും നേരിട്ട് നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് കൂട്ടത്തോടെ BJP അധികാരത്തിലെത്തിച്ചു. ഒടുവിൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടി പിളർപ്പിലുമായി. എന്താണ് അവസ്ഥ? അതാണ്, നമ്മൾ അധികാരത്തിലിരുന്നാൽ അത് ശാശ്വതമാണെന്ന് ആരും ധരിക്കരുത്. നാളെ നിങ്ങളെ ഈ നിരത്തിൽ ഇറക്കിയേക്കാം നിങ്ങൾ അല്ലേ? മാളികപ്പുറമേറിയ മന്നന്റെ, അപ്പോൾ മാളികപ്പുറമേറിയ മമതയുടെ അല്ലേ തോളിൽ മാറാപ്പ് കയറ്റുന്നതും BJP ആണോ എന്നുള്ളതാണ് ചോദ്യം.